മലപ്പുറം വളാഞ്ചേരിയിൽ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പ്രണയത്തിലായ 14-കാരിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രതി അജ്മൽ കണ്ണൂരിലും സ്വർണം തട്ടിയെടുത്തെങ്കിലും പിന്നീട് പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. അജ്മലിന്റെ സഹായി മനോജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് സ്വദേശിയായ മനോജുമായി ചേർന്നാണ് അജ്മൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. തട്ടിയെടുക്കുന്ന സ്വർണം വിറ്റുകിട്ടുന്ന പണം തുല്യമായി പങ്കിട്ടെടുക്കുകയായിരുന്നു പതിവ്. വളാഞ്ചേരി സ്വദേശിനിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ മനോജിന്റെ കാറിലാണ് അജ്മൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. വീടിനടുത്ത് ഇറങ്ങിയ ശേഷം സ്വർണം വാങ്ങിയെടുക്കുകയും തിരികെ അതേ കാറിൽ മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് തട്ടിയെടുത്ത സ്വർണം വ്യാപാരിയുടെ അടുത്ത് വിൽക്കാനായി കൊണ്ടുപോയത്. എന്നാൽ 5.5 പവൻ തൂക്കമുള്ള മാലയ്ക്ക് ഇയാൾ 5 പവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് 5 പവന്റെ പണമാണ് നൽകിയത്. ഇങ്ങനെ ലഭിച്ച 3,20,000 രൂപ ഇരുവരും തുല്യമായി പങ്കിട്ടെടുക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. ഇരുവരും സഞ്ചരിക്കാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവരും ചേർന്ന് സമാനമായ നിരവധി തട്ടിപ്പുകൾ നടത്തിയതായാണ് വിവരം. എടപ്പാളിലെ സമ്പാദ്യം ചിട്ടീസ് എന്ന സ്ഥാപനത്തിന്റെ വർക്കിംഗ് പാർട്ണർ കൂടിയാണ് മനോജ്. മണ്ണാർക്കാട് സ്വദേശിയായ മനോജ് വിവാഹം ചെയ്തിരിക്കുന്നത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനിയാണ്. മനോജിന്റെ ഭാര്യ വീടിനടുത്തുള്ള ഒരു സ്ത്രീയെയും ഇരുവരും സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയാക്കിയിരുന്നു. സ്വർണം കൈക്കലാക്കി മുങ്ങിയെങ്കിലും സംഭവം പരാതിയും കേസുമാകുമെന്ന് മനസ്സിലായതോടെ സ്വർണത്തിന്റെ മൂല്യത്തെക്കാൾ അധികം പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. വാഴക്കാട് പോലീസിലും ഇവർക്കെതിരെ സമാനമായ പരാതിയുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ സൈബർ സെൽ ശേഖരിച്ചു വരികയാണ്. ന്യൂസ് 18 തിരൂർ.